പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ശനിയാഴ്ച ദിനം. ഇന്ന് നമ്മുടെ ചിറക്കൽ പള്ളിയിൽ വാർഷിക ധ്യാനം ആരംഭിക്കുകയാണ് കേട്ടോ. ഇന്ന്, നാളെ, മറ്റന്നാൾ, ചൊവ്വാഴ്ച. ഇന്നിവിടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായ വിധത്തിൽ നിങ്ങളെ ഓർക്കണം. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, അച്ഛനെ ധ്യാന കേന്ദ്ര സംഭവങ്ങളൊന്നും ഇടവപ്പള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ടീമായിട്ട് നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥന, ഒരു വലിയൊരു ഗ്രൂപ്പ് നമുക്ക് വേണം. അപ്പോൾ നിങ്ങളെയൊക്കെ പ്രത്യേകമായിട്ട് അച്ഛൻ ആത്മാവിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് കേട്ടോ ഈ ശുശ്രൂഷകളെല്ലാം അച്ഛൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നിയമാവർത്തന പുസ്തകം 22:5. അവിടെ വചനം പറയാണ്, സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത്, അപ്രകാരം ചെയ്യുന്നവൻ നിൻ്റെ ദൈവമായ കർത്താവിന് നിന്ദ്യരാണ്. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് അച്ഛൻ്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു, അച്ഛാ അങ്ങനെ ഞാൻ പറഞ്ഞു വിടാ, ഇത് ശരീരത്തിൽ പച്ച കുത്തരുത് മോനെ, അതുപോലെ തന്നെ നമ്മൾ കമ്മൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ധരിക്കരുത്. കാരണം വചനം വ്യക്തമായിട്ടാണ് പറയുന്നത്, സ്ത്രീ പുരുഷൻ്റെ വേഷം അണിയരുത്, പുരുഷൻ സ്ത്രീയുടെ വേഷം അണിയരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അനേകർക്ക് ശരിക്കും അതറിയാം. ഇപ്പോൾ ഈ പുസ്തകം, ഈ നിയമാവർത്തന പുസ്തകം, ഇതെല്ലാം നമ്മൾ നമ്മൾ ഹൃദയം കൊണ്ട് പഠിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ശരിക്കും ഇങ്ങനെ വചനമുണ്ട്, നിയമാവർത്തനം 22:5. അതിൽ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് വരും. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ പറയാൻ പറ്റില്ല, കാരണം കുറേ സമയമെടുക്കും. ആകെ 3 മിനിറ്റ് 2 മിനിറ്റ് അല്ലേ നമുക്കുള്ളൂ. ഇതൊരു വചനമാണ്, സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത്, അപ്രകാരം ചെയ്യുന്നവൻ നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യരാണ്. നിയമാവർത്തനം 22:5. അതുകൊണ്ട് മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡ്രസ് കോഡ്, ഇപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു തെറ്റായ ബോധ്യം ഈ കാലഘട്ടത്തിലുണ്ട്. എനിക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ ചെയ്യും. അങ്ങനെയല്ല സഹോദരങ്ങളെ. എൻ്റെ ഇഷ്ടം ദൈവവചനവുമായിട്ട് ചേർന്ന് പോകുന്നതാണെങ്കിൽ മാത്രമേ ഒരു ക്രിസ്തു ശിഷ്യനെ അത് ചെയ്യാൻ പാടൂ. എൻ്റെ ഇഷ്ടം ചെയ്യുന്നത് തോന്നിവാസമാണത്. എൻ്റെ ഇഷ്ടം ദൈവവചനത്തിന് വിരുദ്ധമല്ല എങ്കിൽ നിനക്കത് ചെയ്യാം. എൻ്റെ ഇഷ്ടം ദൈവവചനം അത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, എനിക്കത് ചെയ്യാനുള്ള പെർമിഷൻ യേശു തന്നിട്ടില്ല, യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് യേശുവിൻ്റെ വചനം, യേശു എന്ന് നമ്മൾ സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനം നമുക്ക് മുറുകെ പിടിക്കാം. ദൈവവചനത്തിലൂടെ ഈശോ പറയുന്നത് മാത്രമേ ചെയ്യാവൂ, അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ പാടില്ല എന്നാണ് പറയുന്നത്. സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത്, അപകാരം ചെയ്യുന്നവൻ നിൻ്റെ ദൈവമായ കർത്താവിന് നിന്ദ്യരാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു പക്ഷേ വചനം കേൾക്കുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അഭിഷിക്തരോട് ചോദിക്കുക, വചനത്തിൻ്റെ ശുശ്രൂഷകരോട് ചോദിക്കുക, അച്ഛാ ഇത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.